ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലാണ്. ഇടപ്പള്ളിയിലൊക്കെ വീടിന് ഒരുപാട് ആവശ്യക്കാരുള്ളതാണ്. ഇടപ്പള്ളി വട്ടേക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്ന എന്റെ ബാക്കിൽ കാണുന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റലിലേക്ക് വെറും 2.5 കിലോമീറ്റേഴ്സ് മാത്രമാണ് ദൂരം വരുന്നത്. നിങ്ങൾ എലിവേഷൻ കണ്ടതാണ്. ഒന്നുകൂടെ കാണുമ്പോഴേക്ക് ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിലേക്കുള്ള ദൂരം കൂടി പെട്ടെന്ന് പറയാം. റോഡിനോട് വളരെ അടുത്തായിട്ടാണ് അമൃത ഹോസ്പിറ്റൽ. 2.5 കിലോമീറ്റേഴ്സ് മാറിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ലുലു മാള് നോക്കുവാണെങ്കിൽ വെറും 3.3 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. കാക്കനാട് കളക്ട്രേറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ 8 കിലോമീറ്ററും ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്ക് 11 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. കളമശ്ശേരി, ഇടപ്പള്ളി, ആലുവ, എറണാകുളം, പാലാരിവട്ടം എല്ലാ സ്ഥലങ്ങളിലേക്കും വളരെ ഈസി ആയിട്ട് എത്താവുന്ന ഒരു പോയിന്റിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ മതിലൊക്കെ നോക്കുവാണെങ്കിൽ ഒരു പ്ലെയിൻ മതിലാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡിസൈനുകളൊന്നുമില്ല, സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ട് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കി വെച്ചിരിക്കുകയാണ്. മറ്റേ സൈഡ് വന്നിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന് മെയിൻ ആയിട്ട് വൈറ്റ് കളർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ സിമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ ഗേറ്റ് തുറന്ന് നേരെ കയറുമ്പോൾ നിങ്ങൾക്ക് കാർ പോർച്ച് കാണാൻ പറ്റുന്നുണ്ട്. കാർപോർച്ചിന്റെ ആ ഒരു ഏരിയ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് സ്ട്രെയിറ്റ് കയറി വരുമ്പോൾ ഇവിടെ കാണുന്ന ടൈലിട്ട ഏരിയയിൽ നമ്മുടെ ഒന്നാമത്തെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു ചെറിയ കാറ് കൂടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. വീടിനകത്തേക്ക് കയറിയിട്ട് നേരെ ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പെബിൾസ് ആണ് ഇട്ടിരിക്കുന്നത്. ഒരു ചെറിയ കാർ നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. റൈറ്റ് സൈഡിൽ കാണുന്ന വീടിന്റെ എലിവേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ് ആയിട്ട് വളരെ ഹൈറ്റിലാണ് ആ ഒരു ഗ്ലാസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടേക്ക് വന്നിട്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ ജസ്റ്റ് ഒന്ന് തന്നെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഒരു പാഷ്യൂ ഏരിയയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അകത്തുനിന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി അത് വിസിബിൾ ആയിട്ട് കാണാവുന്നതാണ്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് നിങ്ങൾ കണ്ടു. നമുക്കിത് നേരെ റൈറ്റ് സൈഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡ് വന്നിട്ട് 5.4 സെന്റിലാണ് ചെയ്തിരിക്കുന്നത്. 5400 സെന്റ് സ്ഥലത്ത് 2525 2525 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇടപ്പള്ളി വട്ടേക്കുന്നം ഭാഗങ്ങളിലൊക്കെ നമുക്ക് വീടുകളോ കൺസ്ട്രക്ഷൻ വരുന്നത് തന്നെ വളരെ കുറവാണ്. നിങ്ങൾക്കറിയാം, വന്നാൽ തന്നെ വീടുകൾക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. ഈ ഭാഗങ്ങളിൽ വീടുകളുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് തന്നെ കുറവാണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ആഡ് വന്നു കഴിഞ്ഞാൽ വീടിന് ആവശ്യക്കാർ ഏറെയാണ്. അതുകൊണ്ട് സമയം കളയാതെ എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ടു തീർത്താൽ ഉടനെ തന്നെ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. വീടിന്റെ ബാക്ക് സൈഡിലൂടെ നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് കിണറാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. വെള്ളത്തിനുള്ള സോഴ്സ് വന്നിട്ട് കിണറാണ്. മറ്റൊരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത് KWയുടെ വാട്ടറും കൂടിയാണ്. വീടിന്റെ കംപ്ലീറ്റ് ഏരിയ സറൗണ്ടിങ് എല്ലാം തന്നെ നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു. നമുക്കിത് വീടിന്റെ അകത്ത് നോക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഭംഗിയുള്ള ഒരു ഗ്രേ കളറുള്ള ടൈലാണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. ഒരു 3 ചെയറുകൾ വരെ നമുക്ക് ഇടാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റീലിൽ തീർത്തിരിക്കുന്ന ഒരു സ്ട്രോങ് ഡോർ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിന്റെ ദർശനം വന്നിട്ട് വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. കാർപോർഷന്റെ മുകളിലും സിറ്റ് ഔട്ടിന്റെ റൂഫിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ചെറിയ LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഷോ ലൈറ്റ് വരുന്നുണ്ട്. EV വെഹിക്കിൾസ് ചാർജ് ചെയ്യാനുള്ള ചാർജിംഗ് പോയിന്റും വരുന്നുണ്ട്. നമുക്കിനി ഡോർ തുറന്ന് വീടിന്റെ അകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വീടിന്റെ മെയിൻ ഡോർ തുറന്ന് നമ്മളിപ്പോൾ നേരെ അകത്തേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഒരു വലിയ ഹാളാണ് കാണാൻ പറ്റുന്നത്. ലിവിംഗ് കം ഡൈനിങ്ങിനായിട്ട് ചെയ്തിരിക്കുന്ന വളരെ വലിയൊരു ഏരിയ ആണ് നിങ്ങൾക്ക് ഈ ഒരു വീട്ടിൽ കാണാൻ പറ്റുന്നത്. വിൻഡോസ് ഒക്കെ നോക്കുവാണെങ്കിലും വളരെ ഹൈറ്റിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കുറച്ച് ഫർണിച്ചേഴ്സ് ഒക്കെ കിടക്കുന്നത് കാണാം. ഫർണിച്ചർ ഉൾപ്പെടെ കൊടുക്കാനായിട്ട് ഇതിന്റെ ഓണർ തയ്യാറാണ്. ഫർണിച്ചർ ഉൾപ്പെടെയാണെന്നുണ്ടെങ്കിലുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ നിൽക്കുന്ന ഏരിയ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു പോർഷൻ വന്നിട്ട് ജസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റ് കൊണ്ട്. അവിടെ ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്.
ഇതിന്റെ ഓണർ ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ചോയ്സ് അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് കാണുന്ന റൂഫും അതുപോലെ അതിന് താഴെ വരുന്ന റൂഫും നോക്കിയാൽ കാണാം കോൺക്രീറ്റ് ബേസ്ഡ് ആയിട്ട് തന്നെ ആ ഒരു ഡിസൈൻ തന്നെയാണ് അവർ കണ്ടിന്യൂ ചെയ്ത് വന്നിരിക്കുന്നത്. അവരുടെ ഒരു ചോയ്സ് അതായത് കൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് കവർ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പെയിന്റ് കൊടുക്കുകയോ ഈ ഒരു സ്റ്റൈല് കീപ്പ് ചെയ്ത് പോവുകയോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് വലിയ 2 വിൻഡോസ് കാണാം. അതുകൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലൊരു ഓപ്പണിംഗ് കൂടി വരുന്നുണ്ട്. ലിവിംഗ് സ്പേസിൽ നിന്നുള്ള സ്ലൈഡിംഗ് ഡോർ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതുപോലൊരു പാച്ച് ഏരിയയിലേക്ക് വരാവുന്നതാണ്. ഈ ഒരു ഏരിയ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം നെറ്റാണ്, മോസ്കിറ്റോ നെറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് അത് കവർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഒരു മോസ്കിറ്റോ പോലും അകത്ത് വരില്ല. വളരെ സേഫ് ആയ ഏരിയ ആണ്. ഈവനിങ് ടൈം നമുക്ക് മഴയൊക്കെ പെയ്യുന്ന സമയമാണെങ്കിൽ എസ്പെഷ്യലി ഇവിടെ ഇരുന്ന ഒരു ടീ ഒക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ഏരിയ കൂടിയാണ്. 2 സൈഡ് കവർ ചെയ്തിട്ടുണ്ട്, ഫ്ലോർ ചെയ്തിട്ടുണ്ട്. ഫ്ലോറിന്റെ ഒരു സൈഡ് വന്നിട്ടാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പെബിൾസ് ആണ് തിരിച്ചിരിക്കുന്നത്. പുറത്തുള്ള പാഷ്യൂ ഏരിയ നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ലിവിംഗ് സ്പേസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയൊരു ഏരിയ ആണ് നമുക്ക് ലിവിങ്ങിനായിട്ട് കിട്ടുന്നത്. സോഫ സെറ്റീസ്, ഡൈനിങ് ടേബിൾ എല്ലാം ഇവിടെ ജസ്റ്റ് പൊടിയാവാതെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുൾപ്പെടെ തീർച്ചയായിട്ടും കൊടുക്കാനായിട്ട് ഓണർ തയ്യാറാണ്. നമ്മൾ ഈ ഒരു ലിവിംഗ് സ്പേസിൽ നിൽക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ കാണാം വുഡൻ ടൈപ്പ് ഓഫ് ആ ഒരു ബേസ് വരുന്ന അതുപോലെ തോന്നിക്കുന്ന ഒരു ടൈലാണ് തിരിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ ഞാൻ പറഞ്ഞു സ്റ്റീലിന്റെ ആണ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ആ ഒരു കിച്ചണിന്റെ ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് കിടക്കുന്ന ബാക്ക് ഡോറും സ്റ്റീലിന്റെ ആണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം ഡൈനിങ്ങിനായിട്ട് എടുക്കാവുന്നതാണ്. ഓൾറെഡി ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. നമുക്കൊരു 6 സീറ്റർ ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ വരുന്നത്. നമുക്ക് എത്ര വലിയ ഡൈനിങ് ടേബിൾ ഉൾക്കൊള്ളാനും വലിയ സ്പേസ് തന്നെയാണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. ദിവാൻ കോട്ട് കാണാം, ചെറിയൊരു വർക്ക് സെഷൻ ടേബിൾ ഇട്ടിട്ടുണ്ട്, ചെയർ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഉൾപ്പെടെ തന്നെയാണ് വീട് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. വീടിന്റെ ഏറ്റവും ടോപ്പ് റൂഫ് നിങ്ങൾ കണ്ടിരുന്നു. ആ സമയത്ത് നമുക്ക് താഴെ ഞാനിപ്പോ ഒരു പാഷ്യൂ ഏരിയയുടെ ഒരു ഓപ്പണിംഗ് കാണിച്ചിരുന്നു. അത് കൂടാതെ ഇവിടെ ഓൾറെഡി കർട്ടൻസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വിൻഡോസ് കാണിച്ചു തരാൻ പറ്റാത്തത്. നമുക്ക് ഇവിടെയും ഇതുപോലെ സ്ലൈഡ് ചെയ്യാവുന്ന ഒരു ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡോർ തുറന്ന് നമുക്ക് സെയിം പാഷ്യൂ ഏരിയയിലേക്ക് തന്നെയാണ് ഇറങ്ങാൻ പറ്റുന്നത്. മുകളിലേക്ക് നോക്കിയാലും കാണാം മുകളിലും ഇതുപോലെ തന്നെ നമുക്ക് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ടഫന്റെ ഗ്ലാസ് വെച്ചിട്ട്. ലിവിംഗും ഡൈനിങ്ങും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് നമുക്ക് കിച്ചൺ ആണ് കാണേണ്ടത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനിയിപ്പോ അത് വേണ്ട ക്ലോസ്ഡ് കിച്ചൺ ആക്കണമെങ്കിലും അതിനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ഓപ്പൺ കിച്ചന്റെ ഒരു കൗണ്ടർ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്നത് കിച്ചൺ സ്പേസിലേക്കാണ്. ടേബിളിന്റെ ചിമ്മിണിയും ഓൾറെഡി ഇവിടെ ഗ്യാസ് സ്റ്റൗ എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ സ്ഥലം അത് സ്പേസ് നോക്കുവാണെങ്കിൽ അത് വെച്ചിരിക്കുന്ന ആ ഒരു ബേസ് വന്നിട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻസ് ഉണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. മുകളിലും താഴെയും ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് കിട്ടുന്ന സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ കാണാം. അവിടെ 2 വിൻഡോസും നമുക്ക് കിട്ടുന്നുണ്ട്. വലിയൊരു കിച്ചൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം ഫ്രിഡ്ജ് വെച്ചിട്ട് പോലും നമുക്ക് ധാരാളം സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ എത്ര വലിയ ഫ്രിഡ്ജ് ആണെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാം. അതുകൂടാതെ വേറെ നമുക്ക് ഇവിടെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ സെറ്റ് ചെയ്യണമെങ്കിൽ ടേബിൾ ചെയറൊക്കെ ഇടാനായിട്ടും വീണ്ടും എക്സ്ട്രാ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് കിച്ചണിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കൊരു സ്റ്റോർ റൂം ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു ചെറിയ റൂമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റോർ റൂമിൽ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങളൊക്കെ സൂക്ഷിക്കാം. അവിടെ നമുക്കൊരു വിൻഡോ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് എയർ ഹോളും വരുന്നുണ്ട്. ഫസ്റ്റ് കിച്ചണും സ്റ്റോർ റൂമും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ സെക്കൻഡ് കിച്ചൺ ആണ് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് കിച്ചൺ പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് നമുക്ക് ഇവിടെ സെക്കൻഡ് കിച്ചണും ചെയ്തിരിക്കുന്നത്. അവിടെയും നമുക്ക് സ്ലാബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. താഴെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കബോർഡുകൾ കൊണ്ട് കവർ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് കിച്ചന്റെ സൈഡിൽ നമുക്ക് ഇതുപോലെ ഒരു സ്റ്റോർ റൂം കിട്ടുന്നുണ്ട്. നമുക്ക് എന്ത് പർപ്പസിന് വേണമെങ്കിലും സാധനങ്ങൾ സൂക്ഷിക്കാനോ നമ്മളുടെ ഒരു ചോയ്സ് അനുസരിച്ചിട്ട് ഈ റൂം ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് പുറത്തെ ഭാഗത്തേക്കാണ്. അവിടെ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടതാണ്. നമ്മൾ ഈ ഒരു ഹാളിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടൊരു വാഷ്റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോമൺ ആയിട്ട് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു വാഷ്റൂം യൂസ് ചെയ്യാവുന്നതാണ്. വാഷ് ബേസിനും കൂടെ അതിനകത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടാണ് ഒരു ടോയ്ലറ്റ് കിട്ടുന്നുണ്ട്, വാഷ് ഏരിയ കിട്ടുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് അത്യാവശ്യം കുളിക്കണമെങ്കിലൊക്കെ ഈ ഒരു ഏരിയയിൽ സെപ്പറേറ്റ് ആയിട്ട് അതിനുള്ള ഷവറും ഫെസിലിറ്റികളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു കോമൺ സ്പേസ്, ഒരു കോമൺ ടോയ്ലറ്റ് ഏരിയ നമുക്ക് കിട്ടുന്നത് വളരെ കുറച്ച് വീടുകളിൽ മാത്രമാണ്. അത്യാവശ്യം നല്ല സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു വീടായതുകൊണ്ടാണ് നമുക്ക് ഇതുകൂടി ഇവിടെ ചെയ്യാനായിട്ട് ആ ഒരു സ്പേസ് കിട്ടിയത്. നമുക്ക് ഇവിടെ താഴത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്.
ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ ഒക്കെ നോക്കിയാൽ ഇങ്ങനെയാണ്. നല്ല വലിയൊരു ഡോർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ ഒക്കെ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു വലിയ ഡോർ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്ലോർ നോക്കുവാണെങ്കിൽ വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി കോട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. കോട്ട് ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ റൂമിനകത്ത് സ്പേസ് കിട്ടുന്നുണ്ട്. ചെറിയൊരു സൈഡ് ടേബിൾ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വിൻഡോയും അവിടെ നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന വലിയൊരു വിൻഡോയും ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം തന്നെ കർട്ടൻസ് ഇട്ടിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ജെറയുടെ ആണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് എല്ലാം വരുന്നത്. ലൈറ്റ് ഗ്രേ ഷെയ്ഡ് വരുന്ന ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത്. നേരെ ബാക്ക് സൈഡിൽ നോക്കിയാൽ കാണാം നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന ഒരു വിൻഡോ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് മോസ്കിറ്റോ നെറ്റ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. കയറി വന്ന വഴികളിലെല്ലാം ഹാൻഡ് റൈൽസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് ഫുൾ ഒരു ഏരിയ സേഫ് ആയിട്ടാണ് ഹാൻഡ് റൈൽസ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത്. നേരെ വരുന്ന സമയത്ത് മുകളിലും സെയിം മാറ്റ് ഫിനിഷോട് കൂടിയ ടൈല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഒരു വലിയ ഹാളിന്റെ നേരെ റൂഫിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം റൂഫിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ബട്ട് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന സെയിം മോഡൽ തന്നെയാണ് ഇവിടെയെല്ലാം കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഇത് ചെയ്തിരുന്ന ആ ഒരു ഓണറുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് റൂഫ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് ഫോൾ സീലിംഗ് വർക്ക് ചെയ്ത് കവർ ചെയ്തെടുക്കുകയോ നമ്മുടെ ഇഷ്ടത്തിന് റൂഫ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ഒരു സ്റ്റൈലും പാറ്റേണും ആണ് അവർക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത്. എന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ആയിട്ടാണ് റൂമുകൾ ബാക്കിയുള്ളതെല്ലാം വരുന്നത്. നമുക്ക് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ പോകാം. ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് അപ്പർ ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയും കുറച്ച് ചെയർസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ മാത്രം വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് അപ്പർ ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. പവർ പ്ലഗ് പോയിന്റ് കാര്യങ്ങൾ നമുക്ക് രണ്ട് സൈഡിൽ വരുന്നുണ്ട്. എവിടെ വേണമെങ്കിലും TV യൂണിറ്റ് ഒക്കെ വയ്ക്കാനുള്ള അറേഞ്ച്മെന്റ് നമുക്ക് ഇവിടെ ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്കൊരു സ്ലൈഡിംഗ് ഡോർ വരുന്നുണ്ട്. ഇത് തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണിലേക്ക് വരുന്ന സമയത്ത് വലിയൊരു ബാൽക്കണി തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളറിലുള്ള ഒരു ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് റൈൽസ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്കൊരു L ഷേപ്പിൽ ഇങ്ങോട്ടും കുറച്ചൊരു പ്ലേസ് കിട്ടുന്നുണ്ട്. നല്ല വലിയൊരു ഓപ്പൺ ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നല്ല ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സൺലൈറ്റ് ഒക്കെ നല്ല രീതിയിലേക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസും ബാൽക്കണിയും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ മുകളിലുള്ള 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ട് ഇപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോയത്. ഇനി നമ്മൾ സ്റ്റെപ്പ് കയറി വന്ന ഈ ഒരു ഭാഗത്തിന്റെ റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. താഴെ ഒരു ബെഡ്റൂം കണ്ടു. മുകളിൽ 2 ബെഡ്റൂമുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ബെഡ്റൂമുകളാണ് വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഒക്കെ ആണെങ്കിലും ഡോറിന്റെ പാറ്റേൺ സെയിം തന്നെയാണ്. അകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ബെഡ്റൂം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ എല്ലാം വുഡൻ ഫിനിഷോട് കൂടിയ ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഡബിൾ കോട്ട് കട്ടിൽ ഇവിടെ ഓൾറെഡി കിടക്കുന്നുണ്ട്. ഡബിൾ കോട്ട് ഇട്ടിട്ട് പോലും നല്ല സ്പേസ് ആണ് ഈ റൂമിൽ കിട്ടുന്നത്. ചെറിയൊരു സൈഡ് ടേബിൾ വെച്ചിട്ടുണ്ട്. മുകളിൽ ഫാൻ ഫിറ്റിംഗും ലൈറ്റ് ഫിറ്റിംഗും എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തെയും റൂഫ് സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്ത് വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വലിയ വിൻഡോസുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ റൂമുകളും കർട്ടൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഒരു വൈറ്റ് കളർ തന്നെയാണ്. ബട്ട് ഒരു ലൈറ്റ് വൈറ്റ് കളറിലുള്ള ഒരു ഐവറി ഷെയ്ഡ് വരുന്ന ഒരു ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ടൈപ്പ് ആണ്. വോളിൽ താഴെ വന്നിട്ട് ആ ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലുമാണ്. ഈ ഒരു ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. സെയിം ഇതേ ഫ്ലോറിംഗ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്കൊരു ഡബിൾ കോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും നമുക്ക് ധാരാളം സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഈ 2 ഭാഗത്തായിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വരുന്ന വിൻഡോസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു സ്ലൈഡിംഗ് ഡോർ തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാം. അവിടെ നമുക്ക് ചെറിയൊരു ബാൽക്കണി സ്പേസ് കിട്ടുന്നുണ്ട്. ഈവൻ ആ ഒരു ബാൽക്കണി പോലും കംപ്ലീറ്റ് ആയിട്ട് തന്നെ മോസ്കിറ്റോ നെറ്റ് ഒക്കെ ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം നമുക്ക് കിട്ടുന്നത്. ബെഡ്റൂം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ഭാഗത്തേക്ക് നമുക്ക് ഡ്രസ്സിംഗ് ടേബിളൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ആ ഭാഗത്തായിട്ട് നല്ലൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിനടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമുകളെല്ലാം തന്നെ താഴേക്ക് കുറച്ച് ഡെപ്തിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും തെറിച്ച് പുറത്തേക്ക് വരില്ല. ഈ ഒരു മൂന്നാമത്തെ ബാത്റൂം നോക്കുവാണെങ്കിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി വട്ടേക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. കാക്കനാട്, ഇടപ്പള്ളി, കലൂർ, പാലാരിവട്ടം ഏത് സൈഡിലേക്കും ആലുവ ഭാഗത്തേക്ക് എല്ലാം വളരെ ഈസി ആയിട്ട് എത്താവുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്.
വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 5.4 സെന്റിൽ 2525 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 5.4 സെന്റിൽ 2525 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. 3 BHK ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വീട്ടിൽ നമുക്ക് 3 ബെഡ്റൂമുകളുണ്ട്. ഒരു കിച്ചൺ കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു സെക്കൻഡ് കിച്ചൺ കൂടെ കിട്ടുന്നുണ്ട്. 2 സ്റ്റോർ റൂമുകളും കൂടെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ലൊരു വീടാണ്. ഇതിനകത്ത് നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ ആസ് കണ്ടീഷൻ എങ്ങനെയാണോ ഈ കാണുന്ന കണ്ടീഷനിലാണ് ഓണർ ഇത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതേ കണ്ടീഷനിൽ ഫർണിച്ചറോട് കൂടിയിട്ട് കോട്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൈനിങ് ടേബിള്, നമ്മുടെ ഫ്രണ്ടിലത്തെ ലിവിംഗ് സ്പേസിൽ ഇട്ടിരിക്കുന്ന സോഫ സെറ്റീസ്, ഇതെല്ലാം ഉൾപ്പെടെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ പ്രൈസ് നോക്കുവാണെങ്കിൽ 1,70,00,000 രൂപയാണ്. ഈ കാണുന്ന ഫർണിച്ചേഴ്സ് എല്ലാം ഉൾപ്പെടെ 1.70 CR എന്ന പ്രൈസിലാണ് ഓണർ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫർണിച്ചർ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ അതിന്റെ കോസ്റ്റ് തീർച്ചയായും അതിൽ നിന്നും റെഡ്യൂസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. 1,70,00,000 എന്നുള്ള പ്രൈസ് നിങ്ങൾക്കറിയാം. ഈ ഭാഗത്തെ ലാൻഡ് വാല്യൂ അറിയാം. എടപ്പള്ളി അത്യാവശ്യം നല്ല ലൊക്കേഷൻ ആണ്. എവിടേക്കും എളുപ്പത്തിൽ എത്തിപ്പെടാം. അപ്പോൾ 1,70,00,000 രൂപയുടെ ഈ കാണുന്ന വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവര് എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അത്ര വലിയ നെഗോഷ്യബിൾ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. 1.70 എന്നുള്ളത് നമുക്ക് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ മാത്രമായിരിക്കും. വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയിൽ ഈ കാണുന്ന വീട് സ്വന്തമാക്കാൻ തീർച്ചയായിട്ടും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.